ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നല്ല ചൂട് സമയമല്ലേ, അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പപ്പായ ജ്യൂസ് തയ്യാറാക്കിയാലോ. പപ്പായയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വൈറ്റമിൻ എ, സി, ഇ എന്നിവ പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത പപ്പായ എടുക്കാം. പിന്നെ ബദാം, നട്ട്സ്, ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാല്, പഞ്ചസാര, ഐസ് ക്യൂബ്സ്, ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് പഴുപ്പ് കുറഞ്ഞ പപ്പായയാണേ. നല്ല പഴുത്ത പപ്പായാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തണുത്ത വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുന്നത് പപ്പായ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ പപ്പായ അടിയത്തില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഫ്രീസറിൽ വെച്ച പാലും പിന്നെ നട്ട്സും ബദാമും, ഞാൻ നട്ട്സും ബദാമും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കണമെന്നുണ്ട്. നിങ്ങൾക്ക് അല്ലാതെയും ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര ആവശ്യത്തിന്, മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പം കുറച്ച് പഴുപ്പ് കുറഞ്ഞതായതുകൊണ്ട് ഞാൻ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ളതാണെങ്കിൽ പഞ്ചസാര കുറച്ച് മതിയാവും. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് പപ്പായ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടേ. എന്നിട്ട് അത് നമുക്കൊരു സർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നട്ട്സും ബദാമും കൂടെ നമുക്ക് അതിന് മുകളിലൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പപ്പായ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും ഇത്. ഓക്കെ, ബൈ.